റിയാക്ഷൻ വീഡിയോസുകൾ നിർത്തി വെച്ചിട്ട് കുറേ കാലമായി. പക്ഷെ ഇത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇതുപോലുള്ള അതിജീവിതമാർക്ക് നിങ്ങൾ വെള്ളവും വളവും കൊടുത്ത് റീച്ചിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള അവകാശം ഇവിടെ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ദീപക്കുമാരില്ലാതായേക്കാം. പക്ഷെ ആ തണലിൽ വളരുന്നത് ആയിരക്കണക്കിന് ഗോവിന്ദച്ചാമിമാരായിരിക്കും. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പുലി വരുന്നേ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആളുകൾ ഓടി വന്നേക്കാം. മൂന്നിൻ്റെ അന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമം പുരുഷന്മാരില്ലാതാക്കാൻ വേണ്ടിയാണെന്ന് സമൂഹം വിലയിരുത്തി കഴിയുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ശബ്ദമില്ലാതാവും. കാരണം ഇതൊക്കെ ഒരു സർവ്വസാധാരണമാണ് എന്ന് വിലയിരുത്തപ്പെടും. അഥവാ കർമ്മ എന്ന് പറയുന്ന സാധനം പ്രതിഫലിക്കാൻ തുടങ്ങും. അപ്പോൾ കിട്ടിയ പണിയും കൊണ്ട് വീട്ടിൽ പോയി മിണ്ടാണ്ടിരിക്കേണ്ടി വരും. എന്തായാലും പ്രതികരിക്കരുത്. കൊല്ലപ്പെട്ടത്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, കൊല്ലപ്പെട്ടത് ഒരു പുരുഷനാണ്. അതുകൊണ്ട് പ്രതികരിക്കാൻ ഒന്നോ രണ്ടോ ദിവസം ആളുണ്ടാവുള്ളൂ. മൂന്നിൻ്റെ അന്ന് എല്ലാവരും മടക്കിയിട്ട് അടുത്ത വീഡിയോയും അതിൻ്റെ പിന്നാലെ പോകും. എന്തായാലും മാസലാമ ആ മോൾക്ക് വേണ്ടത് പഠിച്ചോ തന്നെ കൊടുക്കട്ടെ.